അഭിവന്യ അറക്കൽ പിതാവ്, ബഹുമാനപ്പെട്ട പരുന്തിരിക്കൽ അച്ഛ, ഈ വേദിയിലിരിക്കുന്ന മുൻ ചീഫ് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് സാർ, ഡിസ്ട്രിക്ട് ജഡ്ജ് മിനിദാസ് മാഡം, ലോകനാഥ് ബെഹ്റ സാർ, മനോജ് സാർ, ജോളി സാർ, ജോർജ് സാർ, ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയായ ജസ്റ്റിസ് ഡയസ് സാർ, പ്രിൻസിപ്പൽ ശ്രീ ഗിരിശങ്കർ, ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന കുര്യൻ ജോസഫ് സാർ, ഇവിടെ ഇരിക്കുന്ന മറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജി ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ എനിക്ക് തൊട്ട് മുമ്പ് പ്രസംഗിച്ച മനോജ് സാറും ബെഹർ സാറും പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഇവിടുത്തെ രക്ഷകർത്താക്കളെടുത്തത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് ഈ കോളേജിലേക്ക് കുട്ടികളെ അയക്കുക എന്നത്. യാതൊരു സംശയമില്ല, ഈ ലോ കോളേജായിരിക്കും 10 വർഷം കഴിയുമ്പം കേരളത്തിലെ ഏറ്റവും നല്ല ലോ കോളേജ്. ഞാനിത് വെറുതെ പറയുമല്ല, ഞാൻ ഈ നാട്ടുകാരനാണ്, തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ തറവാടും എനിക്ക് പിതാവ് തന്ന സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഏതായാലും 10 കൊല്ലം കൂടെ ഇതിലെ വന്ന് പോകേണ്ടതാണ്. അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കാരണം പറയാം. ഒന്നാമത്തെ കാരണം, ഇതിന് ഇന്നലെ ആശീർവദിച്ചതും ഇതിന് തുടക്കം കുറിച്ചതുമൊക്കെ അറക്കപ്പിതാവാണ്. അറക്കപ്പിതാവ് തുടങ്ങിയ ഒരു കാര്യവും ഉന്നത വിജയത്തിലെത്താതെ ഇരുന്നിട്ടില്ല. അത് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ആയിക്കോട്ടെ, മരിയൻ കോളേജ് കുട്ടിക്കാലമായിക്കോട്ടെ, അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, ആ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അഡ്വൈസറി ബോർഡാണ്. അതിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പല തരത്തിലുള്ള ആളുകളുണ്ട്. ചീഫ് ജസ്റ്റിസായിട്ടുള്ള ആന്റണി ഡൊമിനിക് സാറ് തൊട്ട് പോലീസ് രംഗത്ത് പ്രവർത്തിക്കുക എന്നാൽ അക്കാഡമീഷ്യനുമാണ്. ബെഹ്റ സാറിനെ ഞാൻ ആദ്യം കാണുന്നത് ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു സെമിനാറിലാണ്. അദ്ദേഹം പ്രബന്ധം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന ആളായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ബെഹ്റ സാറുണ്ട്. കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ തലപ്പത്തുള്ള ശിവകുമാറുണ്ട്. അതുപോലെ തന്നെ അരുൾ ജോർജ് സക്കറിയ, നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ. ഇന്നലെ ഒരു PhD ഓപ്പൺ ഡിഫൻസ്, ഞാൻ കുസാറ്റിലെ ഡീനാണ്. അവിടെ ചെന്നപ്പോൾ അരുൾ ജോർജ് സക്കറിയ എക്സ്പേർട്ടായിട്ട് ജർമ്മനിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഞാൻ മറ്റാളുകളുടെ പേരുകളെല്ലാം എടുത്തു പറയുന്നില്ല. ആ രീതിയിലുള്ള ഒരു അഡ്വൈസറി ബോർഡും അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റം, മറ്റു രീതിയിലുള്ള സപ്പോർട്ട്, ലോക്കൽ ബാർ ഉൾപ്പെടെയുള്ള സപ്പോർട്ട് സിസ്റ്റം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട വർഗീസ് പരുന്തിരിക്കലച്ഛൻ തന്നെയാണ്. അച്ഛന് പൂവപ്പള്ളിയിലൊരു ലോ കോളേജ് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാക്കി എന്ന് പറഞ്ഞാൽ അതൊരു മാജിക്ക് തന്നെയാണ്. കാരണം അതങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയല്ല. അച്ഛനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം പ്രിൻസിപ്പളാണ്. ഞാനൊരു എൻ്റെ 25-26 വയസ്സുള്ളപ്പം LLM പാസ്സായിട്ട് പിറ്റേ മാസം തന്നെ പഠിപ്പിക്കാൻ ചെന്നു. അപ്പോൾ തലേക്കൊല്ലം ഞാനും ഗിരിശങ്കറും അവിടുത്തെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. പിന്നെ അധ്യാപകനായിട്ട് അവിടെ തന്നെ ചെന്നു. അപ്പം അവിടുത്തെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ്. ആ ബന്ധം വെച്ച് ഞാൻ പറയാം, ഇന്ന് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏത് ലോ കോളേജിനും കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രിൻസിപ്പള് ഗിരിശങ്കറാണ്. അങ്ങനെ ഒരാൾ പ്രിൻസിപ്പളായിട്ടുണ്ട്. അവസാനത്തെ കാര്യം, ഇതിൻ്റെ ഒരു സമീപനമുണ്ട്. ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും നമ്മൾ ഏത് രംഗത്തോട്ട് പ്രവർത്തിച്ചാലും എടുക്കുന്ന ഒരു സമീപനം. ഈ കോളേജിനൊരു സമീപനമുണ്ട്. ആ സമീപനം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ലോകത്ത് എന്ന് പറയുന്നത്, ഇതിലെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് പരിശീലനം സൃഷ്ടിച്ച മനുഷ്യ ശേഷിയാണ്.
ആദ്യകാലത്ത് നമ്മുടെ ആടുമാടുകളും പശുക്കളും ഒക്കെയായിരുന്നു ഏറ്റവും വലിയ വിഭവം. കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ലാൻഡാണ് ഏറ്റവും വലിയ വിഭവം. അത് കാഞ്ഞിരപ്പള്ളിക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലാൻഡാണ് ഏറ്റവും വലിയ വിഭവം. പിന്നീട് വ്യവസായ ലോകത്ത് വന്നപ്പം ധാതുക്കളും ലവണങ്ങളും മിനറൽസും മെറ്റൽസുമാണ് ഏറ്റവും വലിയ വിഭവം. ഇന്നീ ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ നോളജ് തന്നെ ഒരു വിഭവമാണ്. അതുകൊണ്ടാണ് ഈ ഭൗതിക സ്വത്തവകാശമൊക്കെ. പക്ഷേ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്ന പരിശീലനം സൃഷ്ടിച്ച മനുഷ്യ വിഭവമാണ്. ഇൻ ടേംസ് ഓഫ് നോളജ്, സ്കിൽസ് ആൻഡ് വാല്യൂസ്. അങ്ങനെയുള്ള പരിശീലനം സൃഷ്ടിച്ച നിയമത്തിലെ മനുഷ്യ വിഭവത്തെ രൂപപ്പെടുത്തുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലോ കോളേജിലെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത്. കാരണം ഇതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഒരു ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അക്കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ ഒരു കാര്യത്തിനും കൂടെ വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ എന്താണ്? ഇപ്പം ന്യൂയാൻസിലൊക്കെ ഇരുന്നപ്പം അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കോർപ്പറേറ്റ് ലോയർ ആകുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഡൊമിനിക് സാർ അതിൻ്റെ ചാൻസലറൊക്കെ ആയിരുന്ന ആളാണ് കേട്ടോ. ആളായിരുന്നു ഡൊമിനിക് സാറ്. അതിന് ശേഷമാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ അന്നത്തെ ചാൻസലറായിരുന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജി അശോക് ദേശായിയും അതെ ഋഷികേശ് റോയിയും പിന്നീട് വന്നവരുമൊക്കെ എപ്പോഴും പറയും. പിന്നെ വിസിറ്റർ KN ജോസഫ് സാറും ഒക്കെ പറയും, എങ്ങനെയെങ്കിലും പിള്ളേരെ പ്രാക്ടീസ് ചെയ്യാനും ജുഡീഷ്യറിയിലൊക്കെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ മുൻകൈ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അതിന് കുറച്ച് കാര്യം ചെയ്തു. ഇപ്പം ആ എക്സ്പെക്റ്റേഷനും പോയി. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ മുഴുവനും ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റ്, അതിൽ തന്നെ UN-ലാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു ഭാഗമായിട്ട് ഞാനും ഉണ്ട്. കഴിഞ്ഞ ഒരു മാസം എടുത്താൽ 25 UN ഇൻറ്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 25 UN ഇൻറ്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള കാര്യം നമുക്ക് കൊടുക്കാം. കാഞ്ഞിരപ്പള്ളി പ്രാക്ടീസ് ചെയ്യാനാണ് കാഞ്ഞിരപ്പള്ളി പ്രാക്ടീസ് ചെയ്യാൻ അതിനുള്ള സപ്പോർട്ട് കൊടുക്കാം. കോർപ്പറേറ്റ് ലോയർ ആണെങ്കിൽ അതിന് കൊടുക്കാം. UN-ൽ പോകണമെങ്കിൽ അതിന് കൊടുക്കാം. ഒരു നാഷണൽ ലോ സ്കൂളും അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ല. ന്യൂയാൻസിൽ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് പൂർത്തീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കാനും ഒക്കെ പല പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല. ഇവിടെ അക്കാര്യം കൊടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത്. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് നടക്കാതിരിക്കാനല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ UN-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഞാൻ 65 വയസ്സ് വരെ സർവീസുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ആയിരുന്നു. എനിക്കും ഇനി ഒരു 15 കൊല്ലം കൂടെ UN-ൽ അപ്ലൈ ചെയ്യാം. 80 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ശവപ്പട്ടിയൊക്കെ പണിയിച്ച് വെച്ചിട്ട് വേണം ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ നമുക്ക് UN-ൽ ഉദ്യോഗത്തിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ UN-ലുള്ള ഉദ്യോഗം ആ രീതിയിലുള്ള ടാർഗറ്റ് ഇട്ടുള്ള പരിപാടികൾ ഈ സ്ഥാപനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ട് ഇവിടുത്തെ പേരൻസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ MP വീരേന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട്, മെറ്റീരിയൽ ഈസ് ഓൺലി 20%, മൈൻഡ് ഈസ് 80%. അങ്ങനെ ഒരു 80% മൈൻഡ് വിദ്യാർത്ഥികൾ സ്വയം രൂപപ്പെടുത്താൻ തുടങ്ങണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പേരൻസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ആ രീതിയിൽ ഒരു നല്ല സ്ഥാപനത്തിൽ ചേർന്നു എന്നുള്ള സംതൃപ്തിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ഇതിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. St. Dominic's College of Law. A Generation Next institution.